ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് പ്ലേസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു കറക്ഷൻ്റെ ഒരു എൻഡിങ് ആയിരുന്നു ഇന്ന്. വീണ്ടും ബിയറിഷ് ക്യാൻഡിലാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 15,000 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് കുറച്ച് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ 14,747 മുകളിലായിരുന്നു ഓപ്പൺ ആയതെങ്കിലും ഏകദേശം 263 പോയിൻറ്റ്സിന് മുകളിലൊരു ഡിക്ലൈൻ നിഫ്റ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 14,631 നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 983 പോയിൻറ്റ്സിന് മുകളിലൊരു ഡിക്ലൈനും ബാങ്ക് നിഫ്റ്റിയിൽ 932 പോയിൻറ്റ്സിൻ്റെ മുകളിലൊരു ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്തു. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫാർമ സെക്ടർ ആയിരുന്നു ആകപ്പാടെ ഒരു പോസിറ്റീവ് മൂഡിൽ പോയത്. അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടർ ആയിരുന്നു വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബ്രോഡർ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഡിക്ലൈൻ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. മിഡ് ക്യാപ്പിൽ ഏകദേശം 60% ഡിക്ലൈനും സ്മോൾ ക്യാപ്പിൽ ഏകദേശം 0.6% ഡിക്ലൈനും സ്മോൾ ക്യാപ്പിൽ ഏകദേശം 0.61% ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ മുഴുവൻ പെർഫോമൻസ് സെഗ്മെൻറ്റിൻ്റെ ഓരോ സെഗ്മെൻറ്റിൻ്റെയും കഴിഞ്ഞ ആഴ്ചത്തെ മുഴുവൻ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ വീക്ക്ലി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ തുടർന്ന് PSU ബാങ്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ കഴിഞ്ഞ ഒരാഴ്ച നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ FMCG ആയിരുന്നു ആകപ്പാടെ ഒരു വീക്ക് പെർഫോമറായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മോഡിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കി വരികയാണെങ്കിൽ നമ്മൾ ഫ്രൈഡേ വരെ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ വ്യാഴാഴ്ച പ്ലോട്ട് ചെയ്തുവെങ്കിലും ഒരു ചെറിയ മെച്ചത്തോടു കൂടിയായിരുന്നു എൻഡ് ആയത്. എന്നിരുന്നാലും ഇന്ന് വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും അതൊരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടിന് ശേഷം ഒരു കറക്ഷനോടുകൂടി അത്യാവശ്യം നല്ലൊരു കറക്ഷനോടുകൂടിയായിരുന്നു മാർക്കറ്റ് എൻഡ് ആയിട്ടുള്ളത്. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ ഒരു 14,950 അതുപോലെ തന്നെ 15,000 ആ ഒരു റേഞ്ചിൽ നല്ലൊരു റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ റിസൾട്ടുകൾ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് മുന്നിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ TMC അവരവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ DMK കക്ഷികൾ മുന്നിട്ട് നിലനിൽക്കുന്നു. അങ്ങനെ ഈ ഇലക്ഷനെല്ലാം എടുത്തു കഴിഞ്ഞാൽ BJPക്ക് ഒരു തിരിച്ചടി വരുന്ന രീതിയിലും ഇലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ റിസൾട്ടും നാളത്തെ മാർക്കറ്റിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും റൂളിംഗ് പാർട്ടി, അതായത് സെൻട്രൽ ലെവലിൽ റൂളിംഗ് പാർട്ടി അവർക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊറോണ കേസസും നമുക്ക് വീണ്ടും അതേ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് ഒരു ശുഭകരമായ വാർത്തയായിട്ടല്ല നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇപ്പം അവരുടെ ഒരു ബാനൊക്കെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിൻ്റെ ബാൻ ഇന്ത്യയിൽ മെയ് 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് എയർലൈൻ സെക്ടറുകൾക്കും ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാർത്തകളെല്ലാം തന്നെ മാർക്കറ്റിൽ വീണ്ടും ഒരു വോളറ്റിലിറ്റി കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം 14,450 റേഞ്ചുകളിൽ നല്ലൊരു സപ്പോർട്ട് സോൺസ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടുള്ള റാലി അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ഒരു സാധ്യതകൾ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ഷൻ റിസൾട്ടുകളും അതുപോലെ തന്നെ കൊറോണ കേസസും വീണ്ടും വോളറ്റിലിറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളതും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഇന്നും പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടിന് ശേഷം ഒരു നെഗറ്റീവ് എൻഡിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ 33,780 റേഞ്ചുകളാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. 780-790 റേഞ്ചുകൾ ഒരു റെസിസ്റ്റൻസ് സോൺസ് ആയിട്ടും, അതുപോലെ തന്നെ സപ്പോർട്ട് സോൺസ് നോക്കിക്കഴിഞ്ഞാൽ 32,170-180 ആ ഒരു റേഞ്ചുകളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് സപ്പോർട്ട്സും പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്കിൽ ഒരു നെഗറ്റീവ് എൻഡിംഗ് ആണ് ഏപ്രിൽ 30 കാണുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡാണ്. FTSE ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിനിലാണ് എൻഡ് ആയിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് അതേ ബേസ് ചെയ്തിട്ടുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇലക്ഷൻ റിസൾട്ടുകളുടെ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും എന്നുള്ള രീതിയിലും ഒന്ന് ശ്രദ്ധിക്കുക. രൂപയുടെ മൂല്യത്തിൽ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ലോസാണ് കണ്ടത്. 74.06 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഏപ്രിൽ 30
3465 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ വന്നത്. നല്ലൊരു വിത്ഡ്രോവൽ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 12,000 കോടിക്ക് മുകളിലുള്ളൊരു നെറ്റ് വിത്ഡ്രോവലാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് പർച്ചേസ് ആണുള്ളത് 1419 കോടിയുടെ. 17,359 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏപ്രിൽ മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവായിട്ടല്ല നിലനിൽക്കുന്നത്. രൂപയും ഒരു സൈഡ് വേ അല്ലെങ്കിൽ മോഡസ്റ്റ് ആയിട്ടൊരു ലോസിനാണ് നിലനിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റും ഈ സമയത്ത് സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. എന്നിരുന്നാലും തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പൊളിറ്റിക്കൽ കണ്ടീഷൻസും ഇമ്പാക്റ്റുകളുണ്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ F&O സ്റ്റോക്കുകളെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ ഫ്രൈഡേ കൊടുത്ത സ്റ്റോക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺകോർ, സെയിൽസ്, സൺ TV, ദീപക് നൈട്രേറ്റ്, അപ്പോളോ ടയേഴ്സ് ഈ ഒരു സ്റ്റോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഫ്രൈഡേ കണ്ടിട്ടുണ്ടായിരുന്നത് F&O സ്റ്റോക്കിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളെ നിങ്ങളൊന്ന് അനാലിസിസിനായിട്ട് വിട്ടു തരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളൊന്ന് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ NMDCയിൽ നമ്മൾ ഒരു മുന്നേറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് എൻഡ് ആയത്. നല്ലൊരു ഗെയിൻ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒരു ഹയർ ലെവലിലേക്ക് പോയപ്പം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ഈ ഒരു സെക്ടറിൽ. അപ്പോൾ നമുക്ക് എന്നിരുന്നാലും ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഫ്രഷ് എൻട്രികൾ നമുക്ക് ഇനിയും 158 മുകളിൽ ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം 159 മുകളിൽ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിയാൽ മാത്രം എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. അതുപോലെ നിങ്ങൾ ഹോൾഡിങ്ങിനാണെങ്കിൽ തുടരുക. നമുക്കൊരു ഡിക്ലൈനിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് ഇതുവരെ ആയിട്ടില്ല. ഇനി അപ്പോളോ ടയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പോസിറ്റീവ് മൂഡിനുള്ളൊരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. F&O സ്റ്റോക്ക് സെക്ടറിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും തിങ്കളാഴ്ച ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാസിം ഈ ഒരു സ്റ്റോക്കും ട്രാക്ക് ചെയ്യുക. നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഈ ഗ്രാസിമിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ഏപ്രിൽ മാസത്തെ പ്രൊഡക്ഷൻ ഡാറ്റയിൽ നല്ലൊരു വർധനവ് കാണിച്ചിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ നോക്കിക്കഴിയുമ്പം. അത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇതിലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ കോൾ ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. പിന്നെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റോക്കിലും ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനും കണ്ടുവരുന്നുണ്ട്. ഇനി അംബുജ സിമെൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q4 റിസൾട്ട്സ് ഒക്കെ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിസൾട്ട് ആയിരുന്നു. അപ്പോൾ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. എന്നിരുന്നാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു ഫ്രൈഡേ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും മോർഗൻ സ്റ്റാൻലി അതുപോലെ തന്നെ JP മോർഗൻ ഇവർക്ക് ഒരു പ്രൈസ് ടാർഗറ്റായിട്ട് 360, 370 അതുപോലെ ICICI സെക്യൂരിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 365 ഈ റേഞ്ചിലാണ് മിക്ക ബ്രോക്കറേജ് ഫേമുകളും അവരുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോർഗൻ സ്റ്റാൻലി നോക്കിക്കഴിഞ്ഞാൽ 370 വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എൻട്രികളൊക്കെ നമുക്കൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ 327, 328 മുകളിൽ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു മാസത്തെ ഏപ്രിൽ മാസത്തിലെ GST കളക്ഷൻ്റെ ഡാറ്റ പുറത്ത് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ലോക്ക്ഡൗണുകളൊക്കെ ജില്ലകളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും ലോക്ക്ഡൗണുകളൊക്കെ വന്നിരുന്നുവെങ്കിലും ഏപ്രിൽ മാസത്തെ കളക്ഷനിൽ വലിയൊരു ഇമ്പാക്റ്റുകൾ വന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എക്കണോമിക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഡാറ്റയായിട്ടാണ് നിലനിൽക്കുന്നത്. 1,41,384 കോടിയുടെ കളക്ഷനാണ് ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഏപ്രിൽ മാസത്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ ഈ ഒരു ഏപ്രിലിൽ അവർ 41,739 വെഹിക്കിൾസിൻ്റെ സെയിൽസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 40.6% ഡിക്ലൈനാണ് അവർക്ക് മാർച്ച് മാസത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മാർച്ചിൽ 70,263 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി കമ്പനികളുടെ നോക്കുന്നതിന് മുൻപ് ഈ ഒരു വർദ്ധിച്ചു വരുന്ന ലോക്ക്ഡൗണുകളൊക്കെ, അതായത് ഇപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടാണെങ്കിലും ലോക്ക്ഡൗണുകൾ വർദ്ധിച്ചു വരുന്നതൊക്കെ ഈ ഓട്ടോ സെയിൽസിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊടുക്കും എന്ന് മിക്ക ബ്രോക്കറേജ് ഫേമുകളും പ്രഡിക്റ്റ് ചെയ്തായിരുന്നു. ഡബിൾ ഡിജിറ്റിലുള്ള ഇമ്പാക്റ്റുകളെങ്കിലും ഉണ്ടാക്കും എന്ന രീതിയിൽ ഒരു പ്രൊഡിക്ഷനും പോകുന്നുണ്ട് എന്നുള്ളൊരു ഡാറ്റയും ഇതിനോട് കൂടി ചേർത്ത് വായിക്കുക. ഇനി മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1,59,691 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഏപ്രിൽ മാസം ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാർച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ 1,67,000
14 യൂണിറ്റ്സിൻ്റെ വെഹിക്കിൾസിൻ്റെ സെയിൽസാണ് മാർച്ചിലുണ്ടായിരുന്നത്. അതായത് അതിൽ നിന്നും ഏകദേശം ഒരു 8,000-9,000 യൂണിറ്റ്സിൻ്റെ സെയിൽസിൻ്റെ കുറവാണ് മാരുതി സുസുക്കിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ഐഷർ മോട്ടോഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് അവരുടെ ഡൊമസ്റ്റിക് സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 48,789 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് റോയൽ എൻഫീൽഡിൽ ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് സെയിൽസിൽ. എക്സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ 4,509 യൂണിറ്റ്സിൻ്റെ സെയിൽസും ഉണ്ടായി എന്ന് ഐഷർ മോട്ടോഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് സെയിൽസ് 6,386 യൂണിറ്റ്സ് ആണ് ഈ ഒരു ഏപ്രിൽ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ അത് ഇവർ ഇയർ ഓൺ ഇയർ ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ 613 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ട്രാക്ടറിൻ്റെ എക്സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ 593 യൂണിറ്റ്സിൻ്റെ സെയിൽസ് എക്സ്പോർട്സിലുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 92 യൂണിറ്റ്സിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ ഹീറോ മോട്ടോ കോർപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 3,72,285 മോട്ടോർ സൈക്കിൾസ് അതുപോലെ തന്നെ സ്കൂട്ടേഴ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ഏപ്രിൽ മാസം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അശോക് ലേലാൻഡിലേക്ക് വരുമ്പോൾ ഡൊമസ്റ്റിക് സെയിൽസ് 7,961 യൂണിറ്റ്സ് ആണ്. ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടോട്ടൽ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 8,340 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഉണ്ടായി എന്ന് അശോക് ലേലാൻഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മഹീന്ദ്രയിലേക്ക് വരുമ്പോൾ ഓവറോൾ ഓട്ടോ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 36,437 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് മഹീന്ദ്രയ്ക്ക് ഏപ്രിലിൽ ഉണ്ടായിരിക്കുന്നത്. അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഒരു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 915 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഈ ഒരു ഏപ്രിൽ കണ്ടെത്താനായി എന്ന് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ 23 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇനിയും ഈ ഒരു ഏപ്രിൽ മാസം അതുപോലെ തന്നെ മെയ് മാസം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കൊറോണ കേസസ് ഒക്കെ അതേപോലെ തന്നെ തുടരുന്നു, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ലോക്കലൈസ്ഡ് ആയിട്ടാണെങ്കിലും ലോക്ക്ഡൗണുകൾ വളരാൻ പോകുന്നു. അതേപോലെ തന്നെ കൂടുതൽ റെസ്ട്രിക്ഷൻസും വരാൻ പോകുന്നു പല സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ പല ജില്ലകളിലും. അതൊക്കെ തന്നെ ഇനിയും ഈ ഒരു ഓട്ടോ സെക്ടറിന് കൂടുതൽ ഇമ്പാക്റ്റുകൾ കൊണ്ടുവരും എന്ന രീതിയിലാണ് ഇനിയും ഡാറ്റകളൊക്കെ നമുക്കൊരു സൂചനകൾ തരുന്നത്. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ Q4 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 13,227 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 6,348 കോടിയായിരുന്നു അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ഏകദേശം 108% വർധനവാണ് അവർക്കുണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ജിയോ അതേപോലെ തന്നെ റീറ്റെയിൽ സെക്ടറിലൊക്കെയുള്ള തിരിച്ചുവരവ്, ജിയോയിലുള്ള നല്ലൊരു ഗ്രോത്തും റീറ്റെയിൽ സെക്ടറിലുള്ള തിരിച്ചുവരവാണ് ഇതിനുള്ള കാരണങ്ങളായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻസിലുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും 11% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. 1,54,896 കോടിയുടെ റവന്യൂ ആണ് ഓപ്പറേഷൻസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും 20.6% വർധനവ് ഇയർ ഓൺ ഇയറിലുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ജിയോ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ 47.5% വർധനവാണ് പ്രോഫിറ്റിൽ ജിയോ വിഭാഗത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 0.5% അടുത്തുള്ളൊരു ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിൽ ജിയോയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും റിലയൻസിന് വളരെ മെച്ചപ്പെട്ട ഒരു റിസൾട്ടുകൾ തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി യെസ് ബാങ്കിലേക്ക് വരുമ്പോൾ അവർക്ക് 3,788 കോടിയുടെ നെറ്റ് ലോസ് ആണ് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ ഒരു 2,629 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരുന്നു കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു ലോസിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രോസ് NPA നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നു. 15.36 നിന്നും 15.41% ഗ്രോസ് NPAയും നെറ്റ് NPA 4.04 നിന്ന് 5.80% നെറ്റ് NPAയും ഉയർന്നിരിക്കുന്നു. അപ്പോൾ അത് അവർക്ക് അസറ്റ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഇവരുടെ ഒരു റവന്യൂവിലും എല്ലാം നല്ല രീതിയിലൊരു ഇമ്പാക്റ്റുകൾ വന്നതായിട്ടാണ് യെസ് ബാങ്കിൻ്റെ ഡാറ്റ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി അംബുജ സിമെൻസിനെ നോക്കിക്കഴിഞ്ഞാൽ 664.66 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 2021 ക്വാർട്ടറിൽ 399 കോടിയുടെ നെറ്റ് പ്രോഫിറ്റായിരുന്നു ഉണ്ടായിരുന്നത്. നെറ്റ് സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 30% വർധനമുണ്ടായിരിക്കുന്നു. 3,579 കോടിയുടെ നെറ്റ് സെയിൽസ് ആണ് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മോർഗൻ സ്റ്റാൻലി ഏകദേശം 370 രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ICICI സെക്യൂരിറ്റീസ് 365 പറഞ്ഞിരിക്കുന്നു. JP മോർഗനൊക്കെ 360 റേഞ്ചുകളും അങ്ങനെ പല ബ്രോക്കറേജ് ഫേമുകളും ഈ ഒരു റേഞ്ചുകളിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഏകദേശം നമുക്കൊരു 327-328 മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പ് മൂവിനുള്ള സാധ്യതകൾ നമുക്ക് അംബുജ സിമെൻസിൽ പ്രതീക്ഷിക്കാം. ഇനി ഇൻഡുസിൻ ബാങ്കിലേക്ക് വരുമ്പോൾ 876 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് അവർക്കുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 301 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു വർധനവ് അവർക്കുണ്ടായിരിക്കുന്നു. 3534 കോടിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 3231 കോടിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ TCSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ CFO മാനേജ്മെൻറ്റ് ലെവലിൽ ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ്. സമീർ സെക്സ്കറിയ അദ്ദേഹം മെയ് 1 മുതൽ പുതിയ CFO ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ടൈറ്റാനെ സംബന്ധിച്ചിടത്തോളം TCL നോർത്ത് അമേരിക്ക ഇൻക് അവരുടെ ഒരു സബ്സിഡറിയാണ് അമേരിക്കയിലുള്ള. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ടൈറ്റാനിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ടൈറ്റാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട റിസൾട്ടുകൾ, നാളെ റിസൾട്ടുകൾ കൊടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, SBI ലൈഫ്, ടാറ്റ കെമിക്കൽസ്, L&T ടെക്നോളജി സർവീസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഈ ഒരു കമ്പനികളുടെ ഭാഗത്തു നിന്നും റിസൾട്ടുകളും വരാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഡാറ്റകളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരാഴ്ചയും നമുക്ക് കുറച്ച് ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് നാളെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഇലക്ഷൻ റിസൾട്ടുകളുടെ ഇമ്പാക്റ്റുകൾ ഇരിക്കുന്നു, കൊറോണ ഇമ്പാക്റ്റുകളൊക്കെ. അതുപോലെ തന്നെ തീർച്ചയായും രാവിലെ SGX നിഫ്റ്റിയും ട്രാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡാറ്റകളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.